ഹലോ, അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഫോർ വാലന്റൈൻസ് ഡേ. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്, അതിന് പുറത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ റെഡി ആവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ലിപ്പിൽ നമ്മുടെ ലിപ് ബാമാണ് കേട്ടോ, ഇത് സുജിയോന്ന് മേടിച്ച ലിപ് ബാമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് റെഡി ആവണം, ഒരു 10-15 മിനിറ്റ് കേട്ടോ എനിക്ക് ബാക്കിയുള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി ഒരു പരിപാടി അവിടെ ഒരു ടൈമിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നൊക്കെ പിന്നീട് ഞാൻ പുറകെ നിന്ന് കാണിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി റെഡി ആവാണ്. അപ്പോൾ എനിക്ക് തീരെ ടൈമിലാവുണ്ട് കേട്ടോ ഞാൻ സ്പീഡിൽ ചെയ്തു പോകുന്നത്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ വൈറ്റ് ടോണാണ്. വൈറ്റ് ടോണിൻ്റെ ക്രീം ഉണ്ടല്ലോ, അത് എപ്പോഴും എൻ്റെ വീഡിയോയിൽ ഗെറ്റ് റെഡിയിൽ നിങ്ങൾ കാണുന്നതായിരിക്കും. അതില്ലാതെ എനിക്ക് പറ്റില്ല ഗൈസ്, അത് മാത്രമാണ് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തത് മെയിനായിട്ട്. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് എൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ വൈറ്റ് ടോൺ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ സാധാരണയായ ഒരു പൗഡർ, യാർലീൻ്റെ ഒരു പൗഡർ എടുത്തിട്ട് അതുകൂടി ഫേസിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ആ ക്രീം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. വേറൊന്നും ഞാൻ ഫേസിലായിട്ട് മെയിൻ ക്രീമുകളൊന്നും ഇടുന്നില്ല. പിന്നെ സൺസ്ക്രീൻ മെയിനായിട്ട് ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഗൈസ്, പക്ഷെ എന്ത് പറയാൻ, എൻ്റെ കയ്യിൽ സൺസ്ക്രീൻ സ്റ്റോക്കില്ല. നല്ല വെയിലുണ്ട്, ഇനി പോയി വരുമ്പോൾ നല്ലോണം കരിവാളിച്ചിട്ട് വരാം. പിന്നെ അതാ ഞാനൊരു സ്റ്റുഡിയോന്ന് മേടിച്ച് തന്നെ ലിപ്പിൽ യൂസ് ചെയ്യുന്ന വൈപ്സ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഞാൻ ലിപ് ബാമൊക്കെ തുടച്ച് കളയാണ്. നിങ്ങൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് എന്തായാലും ആ ഒരു ലിപ് ബാം തുടച്ച് കളയാം. പിന്നെ ഏതൊക്കെ ഓർഡർ തെറ്റിയിട്ടൊക്കെ ഞാൻ ചെയ്യുന്നത് തിരക്ക് പിടിച്ചിട്ട്, അതാണ് നിങ്ങൾക്ക് ചെയ്യുന്നതൊന്നും ഒരു ബന്ധമില്ലായിട്ട് തോന്നുന്നത്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഇതാ ഒരു സാധാരണ ഒരു ഫാൻസി കടയിൽ നിന്ന് എല്ലാവരും ഒരു ബ്രാൻഡിൻ്റെ ഒരു ബ്ലഷ് വിത്ത് ലിപ്പ് എന്നതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിപ്പിന് കൊടുക്കാം, ബ്ലഷായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാനത് ലൈറ്റ് ബ്ലഷിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ വേറെന്തൊക്കെയോ ഒരു രൂപമായിട്ട് എൻ്റെ മുന്നിൽ വന്നു ഗൈസ്. എത്രത്തോളം മുരച്ചിട്ട് അത് പോകുന്നുണ്ടായില്ല. അവസാനം വൈപ്സ് എടുത്തിട്ട് ഒന്ന് വൈപ്പ് ഇത് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ഞാൻ പോക്കിയത്. നിങ്ങൾക്ക് കാണാൻ എത്രത്തോളം ശക്തി പിടിച്ചിട്ടാണ് ഞാൻ അതിൽ വരച്ച് എന്നിട്ടൊന്നും പോകുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ തേച്ച് പിടിപ്പിക്കുന്നതല്ല, ഞാൻ കളയാൻ നോക്കുകയാണ്, പക്ഷെ അത് കളയാൻ പറ്റുന്നില്ല ഗൈസ്. വെറ്റ് വൈപ്സ് എടുക്കേണ്ട ആവശ്യം തന്നെ വന്നു. അങ്ങനെ ഞാനൊരു വെറ്റ് വൈപ്പ് എടുത്തിട്ട് അത് തുടച്ച് മാറ്റുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ അത്യാവശ്യം എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെട്ടിൻ്റെ പണിയായി കിട്ടിയത് ഒരുപാട് നേരം എടുത്തിട്ട് കേട്ടോ ഞാനത് റിമൂവ് ചെയ്തത്. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയി റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ കണ്ണിൽ ഉള്ള പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ മാക്കിൻ്റെ മസ്കാര കേട്ടോ ഇടുന്നത്. മസ്കാര ഞാൻ ഇന്നും അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല, എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. പിന്നെ ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ എന്നാണോ ഐലൈനർ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അന്ന് മുതൽ കാണുന്നൊരു ബ്രാൻഡാണ് ഡാസ്ലർ. അന്നും ഇന്നും ഞാൻ യൂസ് ചെയ്യുന്നത് ഡാസ്ലറാണ്. അതിൻ്റെ ഇടയിൽ കുറേ ബ്രാൻഡൊക്കെ മാറ്റി, പക്ഷേ അവസാനം വീണ്ടും ഡാസ്ലറിലോട്ട് തന്നെ പോട്ടോ. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ അതും കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി ആൻഡ് ഫൈനലായിട്ട് ചെയ്യുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് ആൻഡ് ലിപ് ലൈനർ. ഇതോടുകൂടി നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലിപ്പിന് മാച്ചായൊന്നുമില്ല, ആകെ ഒരു ലിപ് ലൈനറേ ഉള്ളൂ. അതെടുത്തിട്ട് ഞാൻ എൻ്റെ ലിപ്പിൽ വരച്ച് കൊടുക്കുകയാണ് ഗൈസ്. അത് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. ലിപ് ലൈനർ എപ്പോൾ വരക്കുമ്പോഴും അകത്തും കൂടി ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ നമ്മുടെ ഷുഗർ പോപ്പിൻ്റെ മോക്ക ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ഒരു ഷെയ്ഡിൽ വരുന്ന ലിപ്സ്റ്റിക് കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഫൈനലി നമ്മുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാനൊരു പ്രൊഫഷണൽ ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഇമാതിരി ചെറിയ പണികളൊക്കെ നമ്മളിങ്ങനെ കാട്ടായം കാണിക്കുമ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അത് ഇതുപോലെ വൈപ്സ് അടുത്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് പോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഫേസിൽ കാര്യമായൊന്നും അപ്ലൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് തുടച്ച് മാറ്റാൻ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതാ ഞാൻ ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ വാലന്റൈൻസ് ഡേ ആയിട്ട് എല്ലാവരും റെഡൊക്കെ അല്ലേ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി അല്ല, എൻ്റെ കയ്യിൽ റെഡ് സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ കയ്യിൽ റെഡ് ഉണ്ടായിട്ട് വേണ്ട റെഡ് ഇടാൻ. അപ്പം ഞാൻ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഔട്ട്ഫിറ്റ് ആയിട്ട് ചൂസ് ചെയ്തത്. പിന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇത് ശരിക്കും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഈ ഒരു കമ്മലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ. പിന്നെ ഞാനൊരു ചെറിയൊരു റിങ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഞാൻ എല്ലാ ദിവസവും ഇടുന്നത്, ഞാൻ എപ്പോൾ പുറത്ത് പോകുമ്പോഴും ഇടുന്ന, ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന ആ ഒരു റിങ് കേട്ടോ ഇത്. അപ്പോൾ അത് ഞാൻ അതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു വാച്ചും. അതോടുകൂടി നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ.
അങ്ങനെ ഇതാ നമ്മുടെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഫുള്ളായിട്ടുള്ളത് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അത് കാണിക്കുന്നതിന് മുമ്പ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു സ്പ്രേ കൂടി അടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതും കൂടി അടിച്ചിട്ട് ഞാൻ ലാസ്റ്റത്തെ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫുള്ളായിട്ടുള്ള ഔട്ട്ഫിറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി വാലന്റൈൻസ് ഡേ പ്രമാണിച്ചിട്ട് പല സ്ഥലങ്ങളിലും പോവാണ്. പലതും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇത് ഒരുപാട് ലോങ് ആയി പോകില്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ മാത്രമാണ്. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.